ഹലോ ഗൈസ്, വെൽക്കം ടു കുട്ടി സ്റ്റോറീസ് വിത്ത് അശ്വതി. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ചെറിയൊരു ഫാമിലി ട്രിപ്പിനെ കുറിച്ചിട്ടാണ്. ഫാമിലി ട്രിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മൾ ചെറുതായിട്ട് പോയ ചെറിയൊരു നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തെങ്കിലും പതിയെ സംസാരിക്കണം. അത് വേറെ ഒന്നുമല്ല, എൻ്റെ കുഞ്ഞിക്കുരുപ്പ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സോ അവളെ എണീപ്പിക്കാതെ വേണം വീഡിയോ എടുക്കാൻ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ നോക്കുമ്പോൾ ദാ എണീറ്റ് കിടക്കുന്നു. ഒരു ഹായ് വരാ, ഹായ് വരാ. സോ നമ്മൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇതിലെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത് ഊട്ടിയിലേക്കാണ്. പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾക്കറിയായിരുന്നു ഊട്ടി ട്രിപ്പ് നടക്കില്ല, വേറെ എന്തെങ്കിലും മാറ്റം വരുമെന്ന്. എന്നാലും ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങി. പകുതി വഴിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്കൊരു ബോധോദയം ഉണ്ടായത്. എല്ലാവരും തന്നെ വിളിച്ച് ചോദിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് പോയത്. അപ്പോൾ അതാ അറിയാം ഊട്ടി ഫുള്ള് ക്ലോസ് ആണ്. അപ്പോൾ ഞങ്ങൾ വേറെ പ്ലേസ് പിടിച്ചു, കൊടൈക്കനാൽ. അപ്പോൾ നിങ്ങളെന്നെ കാണാൻ പോകുന്നത് നിങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം. ഞങ്ങളൊരു 6 മണി 6:30 ടൈമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ആകാശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയായിരുന്നു. ആ വിഷ്വൽസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര തുടർന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. ഇത് ഏകദേശം പാലക്കാട് ബോർഡർ ആ ഒരു ഏരിയ ആയിരുന്നു. നല്ല മഴക്കാരൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അത്. കണ്ടില്ല, ആകാശമൊക്കെ രണ്ടും കൂടി കിടക്കുമായിരുന്നു. ഇത് ചേട്ടനും കൂടി ഇടി കൂടുന്ന രംഗമാണ്. ഇപ്പോൾ ക്യാമറ ഉണക്കി വെച്ചിട്ടുണ്ടപ്പോൾ രണ്ടാളും സൈലൻ്റായി. അനിയത്തി ഫ്രണ്ടിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, പെട്ടെന്നായിരുന്നു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ നിൽക്കുകയും ചെയ്തു. വണ്ടി ശരിക്കും ഇങ്ങനെ മഞ്ഞ് മൂടിയതുപോലെ നിൽക്കുമായിരുന്നു. നല്ലോണം ഇതായിട്ട് കണ്ടോ, നല്ല മഴയുണ്ടായിരുന്നു. കണ്ടോ, പെട്ടെന്ന് മഴയും മാറുകയും ചെയ്തു. കുറച്ചും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുറച്ച് ഏരിയയിൽ മാത്രമായിരുന്നു മഴ പെയ്തത്. കുതിരാൻ കണ്ടതിൻ്റെ സന്തോഷ പ്രകടനമായിട്ടായി കാണുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് കുതിരാൻ കാണുന്നത്. അല്ല, ഓരോ തവണ കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ഫീലിങ്ങാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെയുണ്ടെന്ന് പറയണേ. ഇനി ഇതിൽ കൂടെ പോകുന്നിടത്ത് എന്തിനാണ് പച്ച ലൈറ്റ്, എന്താണ് ചുമന്ന ലൈറ്റ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഡൗട്ട് ചോദിച്ചാട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുതിരാനിൽ നിന്നൊക്കെ പതിയെ ഇറങ്ങി ഞങ്ങൾ പയ്യെ റെസ്റ്റ് എടുത്ത് പോകാമെന്ന് വെച്ചിട്ട് പെട്രോൾ പമ്പിൽ കയറി ടോയ്ലറ്റിലൊക്കെ പോയി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ടൊക്കെ ആട്ടോ പോകുന്നത്. ഏട്ടനാണെങ്കിൽ എൻ്റെ പുറകെ നടന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ഉപകാരമായിരുന്നു. കുറേ വീഡിയോസൊക്കെ എനിക്ക് ഏട്ടൻ്റെ ഫോണിൽ നിന്നിട്ടോ കിട്ടിയത്. പിന്നെ ഞങ്ങൾ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കാൻ ടൈമായി. ബട്ട് ഞങ്ങൾ കുറേ ട്രാവലൊക്കെ ചെയ്ത് ഒരു 3:30 ആ ടൈമിലാട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. വാവയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു പാട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമിഴ്നാട് ബോർഡറൊക്കെ കഴിഞ്ഞായിരുന്നു. ഞാൻ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സൈഡിലിങ്ങനെ കുറേ കാറ്റാടി അത് കുറേ ഉണ്ടായിരുന്നു. കുറേ കാറ്റാടീസൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു.
അങ്ങനെ പോകുന്ന ടൈമിൽ ഞങ്ങൾ പഴനിമലയൊക്കെ കണ്ടായിരുന്നു. ഉണ്ടാവുക സൂം ചെയ്ത് കാണിക്കുന്നു പഴനിമല കേട്ടോ. കണ്ടോ? അങ്ങനെ അറ്റ് ലാസ്റ്റ് കൊടൈക്കനാൽ ബോർഡർ എത്തി. അപ്പോൾ ഇവിടെ എന്തോ ചെക്കിങ് ഒക്കെ ഉണ്ട്, പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തോ കേട്ടത്തില്ല. അപ്പോൾ അത് പിന്നെ ചിരിക്കൽ വാട്ടർഫോൾസിൽ പോയി. ഈ വിഷ്വൽസൊക്കെ ഞാൻ നേരെ എടുത്തിരുന്നു, അതാട്ടോ ഇത്ര ചെറുതായിട്ട് കാണും. ഇവിടെ എത്തിയതിന് ശേഷമായിട്ട് ഞങ്ങൾ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിലൊക്കെ എത്തി ലഗേജൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയായിരുന്നു. ആ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സർപ്രൈസായിട്ട് അനിയത്തി ചേട്ടനും എല്ലാവരും കൂടി ബർത്ത്ഡേ ആഘോഷിച്ച വിഷ്വൽസ് ആട്ടോ ഇതൊക്കെ. ഇത് നെക്സ്റ്റ് ആട്ടോ. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ. അവിടെ ഞങ്ങൾ നേരെ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അങ്ങോട്ടേക്കാട്ടോ പോയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗുണാക്കേലിട്ട് പോയി. അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ ഗുണാക്കേൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ഗുണാക്കേൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ നടക്കാൻ ഞാൻ. അറ്റ്ലാസ്റ്റ് അവിടെ എത്തി മേളിലൊക്കെ കയറി. ഇവിടെ നിന്നിട്ട് എല്ലാവരും സുഭാഷേ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗുണാക്കേവിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫുള്ള് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകാൻ നാട്ടിലേക്ക്. പിന്നെ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി കയറിയായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഫുള്ള് മൂടൽ മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷ്വൽസ് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ പിന്നെ വീഡിയോസ് ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്ളോഗൊക്കെ എടുക്കുന്നത്. അറിയാം കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നായി. സോ അതൊന്ന് ക്ഷമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. Have a bye guys.